ഞങ്ങളുടെ അടുക്കളത്തോട്ടത്തിൽ നിന്നുള്ള മറ്റൊരു സന്തോഷമാണ് ഇത് 2-2.5 വർഷം മുൻപ് നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന വിയറ്റ്നാം സൂപ്പർ എയർലി ഇനത്തിൽപ്പെട്ട ഒരു പ്ലാവാണ്. ഏതാണ്ട് 7 അടിയോളം ഹൈറ്റ് വന്നിട്ടുണ്ട്. അതിൽ ഈ വർഷം 2 ചക്കകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വളരെ സന്തോഷം. അപ്പോൾ അങ്ങനെ അത് നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് കരുതി എൻ്റെ ആപ്പിൾ ചെടിയുടെ വീഡിയോ എടുത്ത കൂട്ടത്തിൽ ചക്ക ഇങ്ങനെ കണ്ടപ്പോൾ അതും കൂടെ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ തോട്ടത്തിൽ കായ്ച്ചു നിൽക്കുന്ന ഒരു ആപ്പിളാണ്. അത് ഏതാണ്ട് പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. 1-2 ദിവസം കൊണ്ട് പറിക്കാൻ പറ്റുന്ന പോലെയാണ് അത് നിൽക്കുന്നത്. ഇത് നമ്മുടെ കട്ടപ്പനയിലുള്ള മിറക്കിൾ ഫാംസിൽ നിന്ന് കൊണ്ടുവന്ന തൈയാണ്. ഇതൊരു 8 മാസം മുൻപ് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന തൈയാണ്. ഒരു കായുണ്ട്. പുതിയ നാമ്പുകളൊക്കെ കിളുത്ത് വരുന്നുമുണ്ട്. അടുത്ത സീസണിൽ കൂടുതൽ കായ്കളുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു ചെറിയ തോട്ടമാണ് ഞങ്ങൾക്കിവിടെ ഉള്ളത്. കാരണം ബാംഗ്ലൂർ പോലെയുള്ള മഹാനഗരങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളൊന്നും നമുക്ക് കൃഷിക്കായിട്ടൊന്നും കിട്ടത്തില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ഇത് അതുപോലെ തന്നെ വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ മറ്റൊരു പ്ലാവാണ്. ഇത് ഒരിക്കൽ 2-3 വർഷങ്ങൾക്ക് മുൻപ് തെള്ളിയൂർ വൃശ്ചികവാണിഭം നടക്കുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ്. പിന്നെ ഇതൊക്കെ എൻ്റെ ഭാര്യയുടെ കലാപരിപാടികളാണ്. ബക്കറ്റിനുള്ളിൽ നിന്ന് കിളുത്ത് വരുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചേനയാണ്. ഇഞ്ചി, ഇങ്ങനെ പല സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഈ മുകളിലിരിക്കുന്ന ചെടികളുടെ താഴെ കാണുന്നതൊരു കുളം പോലെ നമ്മൾ മീനെ വളർത്താൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിനകത്ത് ഇപ്പോൾ കുറേ ഓർണമെൻ്റൽ ഫിഷുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇത് കാണാൻ വന്നപ്പോൾ അവിചാരിതമായിട്ടൊരു അതിഥി ഇവിടെ കിടക്കുന്നുണ്ട്. നല്ല മുട്ടനൊരു പന്നിയലിയാണ്. അവനെ ഇനി എവിടെയെങ്കിലും കൊണ്ട് തുറന്നു വിടണം. അപ്പോൾ ഇത്രയൊക്കെ കാഴ്ചകൾ രാവിലെ കണ്ടതിൽ സന്തോഷം. ഇത് ആ മാവിനോട് ചേർന്ന് ഒരു നമ്മുടെ പനിനീർ ചാമ്പ അതിൻ്റെ അപ്പുറത്തുണ്ട്. എല്ലാം ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ടൊരു അമ്പലത്തിലെ കാവ് പോലെ കാട് പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണിതുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ 2 തെങ്ങും ഉണ്ട്. ഇത് നമ്മുടെ കുള്ളൻ തെങ്ങുകളുടെ കൂട്ടത്തിൽ പെടുന്നതാണ്. ഗംഗാബോണ്ടം എന്ന് പറയുന്ന 2 തെങ്ങുകൾ. ഇത് തിരുവല്ല കോഴഞ്ചേരി റൂട്ടിലുള്ള ഇരവിപേരൂരിലുള്ള നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് വെച്ചതാണ്. പിന്നെ ഇങ്ങനെയുള്ള പല സാധനങ്ങളും അക്കൂട്ടത്തിൽ കുറേ ഒരു കുരുമുളക് വരെ ഇവിടെ കായ്ച്ചു നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം കുരുമുളക്. അതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പില, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഗ്രൗണ്ടിലുണ്ട്. പിന്നെ അങ്ങ് മേളിൽ ടെറസിൻ്റെ മുകളിൽ ആ കാണുന്ന ഒരു മാവാണ്. അവിടെ കുറേ കാഴ്ചകളുണ്ട്. അത് പിന്നാലെ കാണിക്കാം. താങ്ക് യു സോ മച്ച്.